2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെയുള്ള സമയങ്ങളിൽ വ്യാഴം ഇടവം രാശിയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ലഗ്നക്കാരെ അതുപോലെ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചിങ്ങം ലഗ്നം, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. പൊസിഷനിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വ്യത്യസ്ത റോളുകൾ ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ നല്ല ദശയും അതുപോലെ ദശാനാഥൻ വെൽ പ്ലേസ്ഡ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ദശാകാലത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ദശാനാഥനിൽ നിന്ന് ഈ ഗോചരത്തിലെ ഗ്രഹം എവിടെയിരിക്കുന്നു എന്നതും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ഒരു മോശം ദശയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിൽ തടസ്സം വരുന്നൊരു സമയമാണ്. ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗോചര സമയം വളരെ സൂക്ഷിക്കണം. ട്രാൻസ്ഫർ ആണെങ്കിലും പൊസിഷനിൽ നിന്ന് താഴെ വരാനായിട്ട്, പൊസിഷൻ സ്ഥാനം നഷ്ടപ്പെടാൻ, പദവി നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു ദശാകാലത്തിന് വലിയൊരു പ്രാധാന്യം ഈ ഒരു സമയത്തുണ്ട്. അതുപോലെ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഏത് പ്രതിസന്ധി സമയങ്ങളിലായാലും. അതുപോലെ ജോലിസ്ഥലത്തെ ഗുപ്ത ശത്രുക്കളെ ഒന്ന് കരുതിയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു പ്രണയിനിയുടെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ കാര്യമോ ഒക്കെ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം, അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് ഇത്തരം ആൾക്കാരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർത്ഥയാത്രകളും മന്ത്രജപങ്ങളും അതുപോലെ പൂജാപ്രാർത്ഥനകളിലൊക്കെ മുഴുകുന്നതും ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. കന്നി ലഗ്നം, കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മതപരമായിട്ടുള്ള വിശ്വാസം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ കൈകടത്താതിരിക്കുക. അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ റിലീജിയസ് ബിലീഫിനെ വിമർശിക്കാതിരിക്കുക എന്നത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അത് കാരണം നിങ്ങൾക്ക് ശത്രുക്കൾ കൂടാനും മറ്റു പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അത് ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും. പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരിയൊക്കെ മറ്റൊരു മതത്തെ ഫോളോ ചെയ്യുന്ന ആളും അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് ജോലിയാണ്, അവിടുത്തെ ആചാരങ്ങളെ വിമർശിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതാണ്, നിങ്ങളുടെ ഭാഗ്യത്തെയും ബാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി തർക്കങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേകമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾ നേരത്തെ എന്തെങ്കിലും കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നൊരു പ്രത്യേക ഒരു തീരുമാനമായി എന്ന് വരില്ല. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അതുപോലെ അമ്മയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാധ്യതയുമുണ്ട്. പലതരത്തിലും ഈഗോ ക്ലാഷസ് വരുന്നതാണ്. ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ, വ്യാഴം നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത ഒരു ജാതകമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറേയൊക്കെ ആധ്യാത്മിക പുരോഗതി തരും. നമ്മുടെ തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള മാർഗം തെളിഞ്ഞു തരും. ഒരു ദൈവാനുഗ്രഹം പോലെ പല കാര്യങ്ങളും ശരിയായിട്ട് വരും. അപ്പോൾ ഇവിടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. ഇവിടെ ഒന്ന് പറയാനുള്ളത്, കൂടുതലായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത് ശ്രദ്ധിക്കണം. കന്നി എന്നത് പ്രാരാബ്ധത്തിൻ്റെ രാശിയാണ്. അപ്പോൾ കന്നി ലഗ്നമാണെങ്കിലും കന്നി രാശിയാണെങ്കിലും കടം, പ്രോപ്പർട്ടി തർക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ അതുപോലെ രോഗം, ശത്രു, കടം, ഈ ഒരു ഭാഗത്തെ പ്രത്യേകം സൂക്ഷിക്കണം. തുലാം രാശി, തുലാം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനലാഭം വരാൻ സാധ്യതയുണ്ട്. നേരത്തെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടേതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ലാഭങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിലാണ് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യമാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ ചില നല്ല ചികിത്സകളും, നിങ്ങൾക്ക് അസുഖമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ ചികിത്സകളൊക്കെ ലഭിക്കാനുള്ളൊരു സമയം വന്നു ചേരുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, അതായത് നിങ്ങളുടെ അസുഖത്തെപ്പറ്റി, രോഗത്തെപ്പറ്റി ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ഒരു
വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾ ദശാനാഥനൊക്കെ അനുകൂലമാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മാറില്ല എന്ന് വിചാരിച്ച ആ അസുഖം മാറാനും വ്യത്യസ്തമായ ചികിത്സാ രീതികളിലൂടെ ഒരുപക്ഷെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിനിലൂടെ ആയിരിക്കാം, നിങ്ങൾ അലോപ്പതി വിട്ടിട്ട് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒറ്റമൂലി മരുന്ന്, ആയുർവേദം, മറ്റ് നാടൻ മരുന്നുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗുപ്തശത്രുക്കളെ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്ലാനുകളും ഒന്നും പറയാതിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയാതിരിക്കുക. അതായത് നിങ്ങൾ കുറച്ച് എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു രഹസ്യമുണ്ടായിരിക്കണം. അതായത് സൂക്ഷിച്ചു വെക്കുക കാര്യങ്ങൾ, മറ്റുള്ളവരുമായിട്ട് അധികം ഷെയർ ചെയ്യാതിരിക്കുക. അത് വിനയായിത്തീരും. ഈ ഒരു സമയത്ത് തുലാം ലഗ്നം, തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 3ഉം 6ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ലാഭങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക്, എതിരാളികൾക്ക് അത്ര പിടിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ പോകുന്ന ഒരു സ്ഥാനക്കയറ്റത്തെ പറ്റിയോ, ഒരു ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനെ പറ്റിയോ, നിങ്ങൾ ദീർഘകാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയ, സ്റ്റക്കായി പോയിട്ടുള്ള ഒരു പണം തിരിച്ചു വരുന്നതിനെ പറ്റിയോ, അത് ഒരു കേസിൽപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ റിസൈൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പണമായിക്കോട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ സംബന്ധിച്ചിട്ട്, അങ്ങനെ എന്തായാലും ഒരു അനുകൂലമായിട്ടൊരു തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതാണ് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. വൃശ്ചികം ലഗ്നം, വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിൽ ആരോടും പരിഭവം, ദേഷ്യം, പക എന്നിവ വയ്ക്കേണ്ട ഒരു സമയമല്ല. അത് വിനയായിത്തീരും. അതുകൊണ്ട് മറക്കാനും പൊറുക്കാനും പഠിക്കേണ്ടതാണ്. അത് വാക്കുകളിലൂടെയല്ല, അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ അത് കാണേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടുന്നൊരു സമയമാണ്. അതിന് വ്യാഴം നിങ്ങളെ നിർബന്ധിതരാക്കുന്നതാണ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സന്താനം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. 5ാം ഭാവാധിപനാണ്. 7ാം ഭാവത്തിൽ വക്രഗതിയിൽ ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് വക്രഗതിയിലാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുക. അവരുമായിട്ട് ഒരു 1ഉം 2ഉം പറയാൻ പോവാതിരിക്കുക. മെസ്സപ്പാവരുത്. അവരുമായിട്ട് കലഹം വരരുത്. മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ പ്രണയം, ഇതിൽ വലിയൊരു അഭിപ്രായം പറയാതിരിക്കുക. കാരണം വ്യാഴം 5ാം ഭാവം എന്ന് പറയുന്നത് മീനമാണ്. മീനം എന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു നഷ്ടഭാവം, ഒരു മോക്ഷം, മുക്തി, അതായത് വിട്ടുകൊടുക്കേണ്ടതാണ്. അവിടെ നമുക്ക് എൻ്റെ സ്വന്തമാണ് എന്ന് പറയാനുള്ളൊരു അവസ്ഥയില്ല. അപ്പോൾ നിങ്ങളുടെ രാശിയാണെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ മാറ്റങ്ങൾ, ഈ ഒരു ജന്മം എന്നത് മാറ്റങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് വന്ന, ജീവിതാനുഭവങ്ങൾ പഠിച്ചിട്ട് മാറ്റങ്ങളിലൂടെ കടന്നു പോകാൻ വന്ന ഒരു ജന്മമാണ്. അപ്പോൾ ഈ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളുമായിട്ട് പലപ്പോഴും പറഞ്ഞു പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും. നേരത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ശാന്തമായിട്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസരം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് നിങ്ങൾ തയ്യാറാകേണ്ടതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സന്താനമൊക്കെ ആണെങ്കിലും സന്താനഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്, കുടുംബഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. അപ്പോൾ അത് വ്യാഴം എന്ന് പറയുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ കാരകത്വത്തെ മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബിസിനസ്സിലാണെങ്കിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മൗനം പാലിക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഈ ഒരു സമയത്തെ മൗനമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നമുക്ക് ഈ ഒരു സമയത്ത് ഷൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ കാണിക്കാനോ, അല്ലെങ്കിൽ കഴിവുകൾ കാണിക്കാനോ ഒന്നും പറ്റിയ ഒരു സമയമല്ല. അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, പരിഗണന കൊടുക്കേണ്ടി വരും. അവർ അറ്റൻഷൻ സീക്കിംഗ് ആണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കൂടുതൽ എന്താ പറയുക, ഒരു ഇഫേർട്ട് എന്നത് നിങ്ങളുടെ ഭാഗത്താണ്. അവരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും
ഇതിനൊക്കെ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും ഈ ഒരു സമയത്ത്. കുടുംബത്തിനും സന്താനത്തിനും ജീവിത പങ്കാളിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിനും ഒക്കെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർത്ഥയാത്ര പോകാൻ കഴിയുമെങ്കിൽ, കുടുംബത്തോടൊപ്പം തീർത്ഥയാത്ര പോകാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് കുലദേവതയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനമാകാനൊരു സാധ്യതയുണ്ട്. എന്തെങ്കിലും അത്തരം പ്രശ്നങ്ങൾ നടന്നു വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെയുള്ളൊരു സമയം വന്നു ചേരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കുടുംബത്തോടൊപ്പം കുലദൈവങ്ങളെയൊക്കെ സന്ദർശിക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരോട് പറയാനുള്ളത്.